ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിംഗ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ഫോണിൻ്റെ ടച്ച് ആൻഡ് ഡിലേയെ കുറിച്ച്. അതായത് നമ്മുടെ ഫോണിൽ ഏതെങ്കിലും കാര്യങ്ങളായിട്ട് ലോങ് പ്രസ് ചെയ്ത് നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ലെറ്റേഴ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഏതെങ്കിലും ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും സെറ്റിംഗ്സിലേക്ക് പോകുക, അങ്ങനെ പല കാര്യങ്ങളായിട്ട് നമ്മൾ ഏതെങ്കിലും നമ്മുടെ സ്ക്രീനിൽ ഏതെങ്കിലും ഭാഗത്ത് ലോങ് പ്രസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് വളരെയേറെ ഡിലേ വരികയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് അത് ആ ഒരു ഓപ്ഷനുകളൊക്കെ എനേബിളായി വരുന്നത് എങ്കിൽ അത് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ ചെറിയൊരു കാര്യമുണ്ട്, അത് നിങ്ങൾ ചെയ്താൽ മാത്രം മതി. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതിനായിട്ട് നിങ്ങളുടെ ഏത് സെറ്റിംഗ്സിൽ പോകണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക. ഫോൺ സെറ്റിംഗ്സ് എടുത്ത ശേഷം മിക്കവാറും നിങ്ങളൊരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓരോരുത്തരുടെ ഫോണുകളിലും ഓരോ മോഡൽ ഫോണിനും അതിൻ്റെ സെറ്റിംഗ്സിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. നമ്മളിപ്പോൾ പറയുന്ന രീതിയിലായിരിക്കത്തില്ല കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെറ്റിംഗ്സിൽ ഏറ്റവും മുകളിൽ പോയിട്ട് അവിടെ ഒരു സെർച്ച് ഓപ്ഷൻ ഉണ്ട്. ആ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ടച്ച് ഡിലേ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ടച്ച് ഡിലേ എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിൽ പോയതിനു ശേഷം ടച്ച് ആൻഡ് ഹോൾഡ് ഡിലേ കണ്ടോ ഇവിടെ വന്നിരിക്കുന്നതാണ്. ടച്ച് എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നാലാമതായിട്ട് കാണാൻ സാധിക്കും ടച്ച് ആൻഡ് ഹോൾഡ് ഡിലേ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ടച്ച് ചെയ്യുക. ഓക്കെ, പോയി, അത് വീണ്ടും ബാക്ക് പോയി. നമുക്കൊന്നും കൂടെ നോക്കാം. സെർച്ച് ഓപ്ഷനിൽ പോവുക, അവിടെ ടച്ച് എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ടച്ച് ആൻഡ് ഹോൾഡ് ഡിലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിനെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ആയിട്ട് ടച്ച് ആൻഡ് ഹോൾഡ് ഡിലേ എന്ന് പറഞ്ഞ ആ ഒരു സെറ്റിംഗ്സിലേക്ക് പോകും. അത് മിക്കവാറും ഫോണുകളിൽ മീഡിയം എന്നുള്ള രീതിയിലായിരിക്കും കിടക്കുന്നത്. അത് നിങ്ങൾ ഷോർട്ട് എന്നുള്ള രീതിയിലേക്ക് മാറ്റുക. ചിലത് 1x 2x എന്നൊക്കെ പറഞ്ഞായിരിക്കും കിടക്കുന്നത്. അതിൽ ഏറ്റവും കുറവ് ഏതാണോ, ഇതാണ് കുറവ്, അതിലേക്ക് മാറ്റുക. ഇതിപ്പോൾ ചിലതിൽ ലോങ് ആയിരിക്കും കിടക്കുന്നത്, നിങ്ങൾ ഷോർട്ട് ആക്കുക. മനസ്സിലായല്ലോ? ഷോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിന് സെലക്ട് ചെയ്ത ശേഷം നിങ്ങളുടെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും സ്ക്രീനിൽ ലോങ് ആയിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ റെസ്പോൺസ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ റെസ്പോൺസ് കിട്ടാൻ നിങ്ങൾക്ക് ടച്ച് ആൻഡ് ഡിലേ റെസ്പോൺസ് കിട്ടാൻ ഒരുപാട് ലേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെറ്റിംഗ്സ് വഴി നിങ്ങൾക്കത് റെഡിയാക്കി എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു റെസ്പോൺസ് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു സെറ്റിംഗ്സ്, നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകയോ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ലിങ്ക് ഈ നമ്മുടെ ചാനലിൻ്റെ എബൌട്ട് സെക്ഷനിലുണ്ട്. നിങ്ങൾക്ക് കമൻറ്റ്സ് അയക്കാവുന്നതാണ്. ഓക്കെ, അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.